പ്രിയം ഭാഗം 13. രാഹുലിൻ്റെയും പ്രിയയുടെയും വിവാഹ ദിവസം അടുത്തു തുടങ്ങി. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അതിനിടയിൽ രാഹുലും പ്രിയയും പരസ്പരം മനസ്സുകൊണ്ട് ഒത്തിരി അടുത്തവരായി മാറിക്കഴിഞ്ഞു. അവൻ്റെ ഫോൺ കോളുകൾക്കായി കാതോർത്തിരിക്കാനും ആ ശബ്ദം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിലും പ്രിയ ഒരുപാട് സന്തോഷം കണ്ടെത്തി. അവൻ്റെ ഓരോ വാക്കുകളും അവൾക്കൊത്തിരി ആശ്വാസം ലഭിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു തുടങ്ങി. തൻ്റെ നൊമ്പരങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും പങ്കുവയ്ക്കാനായി തനിക്കൊപ്പം ഒരാൾ കൂടെയുണ്ടല്ലോ എന്ന ആത്മവിശ്വാസം അവളുടെ മനസ്സിനെയും ആ ബന്ധത്തെയും കൂടുതൽ ദൃഢമുള്ളതാക്കി മാറ്റി കഴിഞ്ഞു. വിവാഹത്തിൻ്റെ വസ്ത്രങ്ങളും മറ്റ് ആഭരണങ്ങളുമെല്ലാം രാജേശ്വരിയും രാഹുലും ചേർന്ന് 2 ദിവസം മുൻപേ അവരുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ചു. അവരുടെ സങ്കല്പങ്ങൾക്കപ്പുറമായിരുന്നു ആ ഉപഹാരങ്ങളുടെ മൂല്യം. പ്രിയയുടെ കൈകളിൽ രാജി അതെല്ലാം സ്നേഹപൂർവ്വം നൽകിയപ്പോൾ അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു. ഇതിനെല്ലാം തനിക്ക് അർഹതയുണ്ടോ എന്ന് പോലും അറിയാതെ ആ വിലപിടിപ്പുള്ള ഉപഹാരങ്ങളിലേക്ക് നോക്കി അവൾ ഒരു നിമിഷം കണ്ണീരുതിർത്തു. പ്രിയയുടെ കണ്ണുനീർ കണ്ടപാടെ രാഹുൽ അമ്മയുടെയും അവളുടെയും അരികിലേക്ക് ചിരിച്ചുകൊണ്ട് വന്നു നിന്നു. എന്തിനും ഏതിനും സങ്കടപ്പെടുന്ന അവളെയൊന്ന് ചിരിപ്പിക്കാനായി അവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തമാശകൾ പലതും പറഞ്ഞു തുടങ്ങി. ദേ നോക്കമ്മേ, ഈ പ്രിയയുടെ കണ്ണുകൾ എപ്പോഴും പൈപ്പ് ഓൺ ചെയ്തതുപോലെയാ. ഇങ്ങനെ പോയാൽ ഇവിടെയെല്ലാം വെള്ളത്തിന് വല്ലാത്ത ക്ഷാമം നേരിടും കേട്ടോ. ഹിഹിഹി. അമ്മയുടെ തോളിൽ പിടിച്ചു നിന്നുകൊണ്ട് അവളെ നോക്കി കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ രാജി അവൻ്റെ കുറുമ്പിനെ വക വെച്ചു കൊടുക്കാതെ ചെവി പതുക്കെയൊന്ന് പിടിച്ചു വലിച്ചു. ആ വേദനയിൽ അവൻ അറിയാതെയൊന്ന് നിലവിളിച്ചു. ആ അമ്മേ. അവൻ ചെവിയിൽ കൈവച്ചുകൊണ്ട് അമ്മയൊന്ന് ചെരിഞ്ഞു നോക്കി. ഹോ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നായോ എന്ന മട്ടിലുള്ള അവൻ്റെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ പ്രിയയെ അറിയാതെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. അതു കണ്ടപ്പോൾ തന്നെ രാഹുലിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിന്നു. പ്രിയയുടെ സന്തോഷത്തിനായി ഇന്നവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം ആ കണ്ണുകൾ നിറയുന്നത് അവൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതിന് തുല്യമാണെന്നവന് നന്നായി അറിയാമായിരുന്നു. അത്രയേറെ ആഴത്തിൽ പ്രിയയെ അവൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നെന്ന് ആ മനസ്സപ്പോൾ വ്യക്തമായി തിരിച്ചറിയുകയായിരുന്നു. മകരമാസത്തിലെ മഞ്ഞിൻ കണങ്ങൾ ഭൂമിയിലേക്ക് മെല്ലെ പൊഴിഞ്ഞു തുടങ്ങി. ആ പുണ്യമാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയായിരുന്നു രാഹുലിൻ്റെയും പ്രിയയുടെയും വിവാഹം. അന്ന് വെളുപ്പിനെ എഴുന്നേറ്റവൾ അച്ഛനെ കുളിപ്പിക്കുകയും അച്ഛന് വേണ്ടതെല്ലാം തയ്യാറാക്കി വെക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് പ്രിയ സ്വന്തം വീട് വിട്ടു പോകുന്നതോടൊപ്പം അച്ഛൻ്റെ തുടർ ചികിത്സയും ആരംഭിക്കുമെന്ന് രാഹുലിൻ്റെ പപ്പ അവൾക്ക് വാക്കു നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അച്ഛനെ കൊണ്ടുപോകാനും അച്ഛന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു ഹോം നേഴ്സിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടത്തുന്നത് രാഹുലിൻ്റെയും കൂടി മേൽനോട്ടത്തിലാണെന്നതായിരുന്നു അവളുടെ ഏക ആശ്വാസം. രാഹുലിൻ്റെ വീട്ടിൽ നിന്നും അവളെ ഒരുക്കാനായി പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച ബ്യൂട്ടീഷ്യൻ അവിടേക്ക് നേരത്തെ എത്തിച്ചേർന്നു. പ്രിയയ്ക്ക് സ്വന്തമെന്ന് പറയാൻ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും താല്പര്യമില്ലാതിരുന്ന രാഹുൽ വളരെ ലളിതമായ ഒരു വിവാഹ ചടങ്ങാണ് നടത്താൻ അനുവാദം നൽകിയിരുന്നത്. അക്കാര്യത്തിൽ മാധവൻ്റെയും താല്പര്യം അതുതന്നെയായിരുന്നു. മകനെ ബോധ്യപ്പെടുത്താനായി മാത്രം നടത്തുന്ന ഈ ചടങ്ങിന് അത്രയൊക്കെ പ്രാധാന്യം മാത്രമേ അർഹിക്കുന്നുള്ളൂവെന്നതായിരുന്നു അയാളും മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നത്. രാഹുലും മീരയും തമ്മിലുള്ള വിവാഹമാണ് ഈ നാടറിയേണ്ടതെന്നും അതിഗംഭീരമായി നടത്തേണ്ടത് അതുതന്നെയാകണമെന്നതും അയാൾ മനസ്സിൽ നിശ്ചയിച്ചു വെച്ചു. ഇളം കാറ്റിൻ്റെ തലോടലിൽ അഗ്രഹാരത്തിലെ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ആൽമരത്തിൽ നിന്നും ഇലകൾ പതിയെ താഴോട്ട് വീണു തുടങ്ങി. മാധവനും കുടുംബവും കുറച്ച് ബന്ധുജനങ്ങളും അവിടെ ക്ഷേത്രനടയിൽ പ്രിയയെയും കാത്തുകൊണ്ടുള്ള നിൽപ്പിലായിരുന്നു. വധൂവരന്മാർക്ക് അണിയാനുള്ള മാലയും ബൊക്കയും കൈകളിലേന്തി നിന്നിരുന്നത് ശരത്തായിരുന്നു. വിവാഹ വസ്ത്രത്തിൽ നിൽക്കുന്ന രാഹുലിൻ്റെ തൊട്ടടുത്ത് തന്നെ അവൻ കുശലം പറഞ്ഞ് പുഞ്ചിരിച്ചു നിൽക്കുന്നതിനിടയിലേക്കാണ് അവൾ പതിയെ നടന്നെത്തിയത്. ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമുള്ള പട്ടുസാരിയും മുടിയിൽ നിറയെ മുല്ലപ്പൂവും ചൂടി അവൾ അവൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു. ആഭരണങ്ങളുടെ തിളക്കത്തിൽ ആ മുഖം ഒന്നുകൂടി ശോഭയാർജിച്ചിരുന്നു. അവളുടെ സൗന്ദര്യത്തിനനുസൃതമായ രീതിയിൽ അവളെ അണിയിച്ചൊരുക്കുന്നതിൽ ബ്യൂട്ടീഷ്യൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ശ്രീകോവിലിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന ദേവിയെ അണിവളരുന്നത് പോലെ അവൻ ആ സൗന്ദര്യത്തിൽ അല്പനേരം മതിമറന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. ഇത് തിരിച്ചറിഞ്ഞ ശരത്ത് അവനെ ആ സ്വപ്നലോകത്തു നിന്നും പതിയെ തട്ടി വിളിച്ചു രഹസ്യമായി ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു.
മതിയട രാഹുലെ വായി നോക്കി നിന്നത്. അല്പം നേരം കൂടി ക്ഷമിച്ചേക്കേ, അത് കഴിഞ്ഞാൽ പിന്നെ അവൾ നിന്റേത് തന്നെയാ. തന്നെ ചേർന്ന് നിന്നുകൊണ്ടവൻ തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ അവൻ്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് പ്രിയയെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. അല്പനേരത്തിനു ശേഷം മേൽശാന്തി പൂജിച്ച താലിയുമേന്തിയ തട്ടുമായി അവിടേക്ക് വന്നു ചേർന്നു. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും പിന്നിലായി ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന് നിൽക്കാൻ തുടങ്ങി. മന്ത്രോച്ചാരണത്തോടെ ആ താലി അദ്ദേഹം രാഹുലിന് നേരെ വച്ചു നീട്ടി. നാദസ്വരമേളക്കാരുടെ അകമ്പടിയോടെ അവൻ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയയുടെ കഴുത്തിൽ ചാർത്തിയപ്പോൾ പ്രായം ചെന്ന ചില മഹിളാരത്നങ്ങൾ പിറകിൽ നിന്നും കുരവയിട്ടുകൊണ്ടവരെ ആശീർവദിച്ചു. രാജിയുടെയും ശരത്തിൻ്റെയും മനസ്സും മുഖവും അപ്പോൾ ആനന്ദം കൊണ്ട് വിടർന്നു നിന്നിരുന്നു. ഉള്ളിലെ നീരസം പുറത്തു കാണിക്കാതെ മാധവൻ അവർക്കൊപ്പം ചേർന്ന് ചുണ്ടിൽ പുഞ്ചിരി വരുത്താനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീൽചെയറിൽ ഇരുന്നു കൊണ്ട് എല്ലാം നോക്കിക്കണ്ടിരുന്ന സേതുരാമൻ്റെയും കണ്ണുകളപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അന്നേരം അവർക്ക് വേണ്ടി 1000 പുഷ്പാർച്ചനകൾ അർപ്പിക്കുന്ന പ്രതീതിയായിരുന്നു ആ മനസ്സു നിറയെ നിറഞ്ഞു നിന്നിരുന്നത്. നെറുകിൽ സിന്ദൂരം ചാർത്തി പൂമാലയും ബൊക്കയുമെല്ലാം പരസ്പരം അവർ കൈമാറി. അവളുടെ കൈയും പിടിച്ചുകൊണ്ടവൻ ദേവിയെ വലം വയ്ക്കുമ്പോൾ ആ കൈകളെ മുറുകെ പിടിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇനിയെന്നും തൻ്റെ കൈകൾക്കുള്ളിൽ അവൾ സുരക്ഷിതമായിരിക്കുമെന്നവൻ ദേവിയെ സാക്ഷി നിർത്തി മനസ്സിലുരുവിട്ടു. രാഹുലും പ്രിയയും മുതിർന്നവരുടെയെല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു. അതിനുശേഷം അവരെല്ലാവരും പിന്നീട് എത്തിച്ചേർന്നത് ഒരു അനാഥ ആശ്രമത്തിലായിരുന്നു. വിവാഹ സൽക്കാരം അവിടുത്തെ അന്തേവാസികളുമായി പങ്കിട്ട് കഴിക്കണമെന്നത് രാഹുലിൻ്റെ തീരുമാനമായിരുന്നു. അനാഥരും അഭയം പ്രാപിച്ചവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായി ഒരുപാട് പേരവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവരുമായി ആഘോഷിക്കാനും വിവാഹ സദ്യയ്ക്കായി ഒരുക്കിയ ആഹാരം അവർക്കൊപ്പം ഇരുന്ന് കഴിക്കാനും അവൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇത്രയും ധനികനായ ഒരാൾക്ക് ഇങ്ങനെയെല്ലാം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക എന്നത് തന്നെ